നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്കാണ്, നാടൻ നുറുക്ക്. അതിലേക്ക് ആവശ്യമായിട്ടിരിക്കുന്നത് കുറച്ച് പപ്പടമാണ്. ഞാൻ ചെറിയ പപ്പടമാണ് എടുത്തേക്കുന്നത്. ഒരു 15 പപ്പടം 1 മണിക്കൂർ നേരം കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി അലിപ്പിച്ച് വെച്ചിരിക്കുന്നതാണിത്. കുഴമ്പ് രൂപത്തിലാണ് ഇതിരിക്കുന്നത്. പിന്നെ 1/2 കിലോ അരിപ്പൊടി. ഈ അരിപ്പൊടിയിലേക്ക് ഈ പപ്പടം ഞാൻ ചേർക്കാൻ പോവുകയാണ്. കുതിർത്തി വെച്ച പപ്പടം ചേർക്കാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. കുറച്ച് ജീരകം ചേർക്കുന്നു. ഒരു അല്പം മഞ്ഞൾപ്പൊടി. പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഇത് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇത് ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്ന പോലെയാണ് എടുക്കുന്നത്. കടയിൽ നിന്ന് മേടിച്ച അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടി. എള്ളാണ് സാധാരണ ചേർത്ത് കൊടുക്കാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ജീരകമാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പോലെ എടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. മാവ് ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ മാവ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിച്ചിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഇതിങ്ങനെ ഒരു പേപ്പറിലേക്ക് നമ്മൾ ഈ സാധനം ചുറ്റിയെടുക്കുകയാണ്. നമ്മൾ പേപ്പറിലെടുത്ത നുറുക്ക് പേപ്പറിൽ നിന്ന് കയ്യിലേക്ക് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് കോരി പാത്രത്തിലേക്ക് വെക്കുക.
find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this